നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബിൽ ഇന്നും ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. നിങ്ങളൊരു യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ച് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ യൂട്യൂബിൽ പുതിയ പല മാറ്റങ്ങൾ വരുന്നുണ്ട്. യൂട്യൂബിന്റെ പല കമ്മ്യൂണിറ്റി റൂൾസ്, റെഗുലേഷൻസ് ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനെക്കുറിച്ചെല്ലാം നല്ല ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ മുമ്പോട്ടുള്ള സമയത്ത് മോണിറ്റൈസേഷൻ നഷ്ടപ്പെടാതെയും ചാനൽ ടെർമിനേറ്റ് ആകാതെയും കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം പുതുതായിട്ട് വരുന്ന എല്ലാ അപ്ഡേറ്റുകളെ കുറിച്ചും ഞാൻ വീഡിയോകൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള വീഡിയോകൾ ആദ്യം തന്നെ ലഭിക്കും. അതിനോടൊപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം. പ്രൊഫൈലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ്. ഇതൊരു കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ പോളിസിയാണ് യൂട്യൂബിന്റെ. ആ ഒരു പോളിസിയിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ്. ഏകദേശം 1.5 വർഷം മുമ്പ് യൂട്യൂബിൽ ഒരു അപ്ഡേറ്റ് വന്നിരുന്നു. നമ്മുടെ വീഡിയോകളിൽ ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തെറി വിളിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചീത്ത വിളിക്കുന്നുണ്ടെങ്കിൽ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അതിപ്പം പല ടൈപ്പ് വീഡിയോസ് വരുമ്പോൾ ചിലർ കോമഡിക്ക് വേണ്ടി ചീത്ത വിളിക്കുന്നവരുണ്ട്, ചിലർ റോസ്റ്റ് ചെയ്യുമ്പോൾ ചീത്ത വിളിക്കുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾക്ക് റൂൾ യൂട്യൂബ് കൊണ്ടുവന്നിരുന്നു. അതിൽ പറഞ്ഞിരുന്നത്, അതായത് 1.5 വർഷം മുമ്പ് വന്ന റൂളിൽ പറഞ്ഞിരിക്കുന്നത്, നമ്മളൊരു വീഡിയോയിൽ വാർഡ് വേർഡ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വീഡിയോ തുടങ്ങി 7 സെക്കൻഡിനുള്ളിൽ, അതായത് തെറി വിളിച്ചുകൊണ്ട് തന്നെ വീഡിയോ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വീഡിയോകൾ മോണിറ്റൈസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല എന്നായിരുന്നു. അതായത് 7 സെക്കൻഡിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും വാർഡ് വേർഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള വീഡിയോകൾ മോണിറ്റൈസ് ചെയ്യാൻ പറ്റത്തില്ല. അതിനുശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മീഡിയം സൈസ് തെറിയോ അല്ലെങ്കിൽ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള തെറിയോ ഒക്കെ വിളിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് യൂട്യൂബും പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ യൂട്യൂബ് ഇന്ന് മുതൽ ആ റൂൾ അങ്ങ് എടുത്ത് മാറ്റുകയാണ്. ഇന്ന് മുതൽ നമുക്ക് തെറി വിളിച്ചുകൊണ്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതായത് 7 സെക്കൻഡിന്റെ പ്രശ്നമൊന്നുമില്ല. 7 സെക്കൻഡ് കഴിഞ്ഞ് തെറി വിളിക്കാൻ നോക്കിയിരിക്കേണ്ട കാര്യമില്ല. എപ്പോൾ വേണമെങ്കിലും തെറി വിളിക്കാം. അങ്ങനെ ഒരു റൂൾ ഇപ്പോൾ യൂട്യൂബ് കൊണ്ടുവന്നിരിക്കുകയാണ്. കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ യൂട്യൂബ് ചെയ്യേണ്ട കാര്യമുണ്ട്. അല്ലെങ്കിൽ തന്നെ, അതായത് തെറി വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ തന്നെ തെറി വിളിക്കുന്നവന്മാരാണ് കുറെ യൂട്യൂബിൽ വീഡിയോകൾ ചെയ്യുന്ന കുറെ ടീമുകൾ. അവന്മാർക്ക് ഈ ഒരു അപ്ഡേറ്റ് കൂടെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് തെറിവിളിയുടെ ശക്തി കൂടും. അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. എന്നാലും യൂട്യൂബ് ആകെപ്പാടെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോഴത്തെ യൂട്യൂബിന്റെ അവസ്ഥ തന്നെ. അതിന്റെ ഇടയ്ക്ക് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ ഇങ്ങനൊരു മാറ്റം യൂട്യൂബ് കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ എന്ന് ചിന്തിച്ച് നോക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇപ്പൊ നമുക്കറിയാം, യൂട്യൂബിൽ ഒരുപാട് ചാനലുകൾ ടെർമിനേറ്റ് ആകും. ചെറിയ മിസ്റ്റേക്കുകൾ, ഈ തെറി വിളിക്കുന്നതിന്റെ അത്രയൊന്നും വലിയ മിസ്റ്റേക്കുകളല്ല. എന്നാൽ പോലും യൂട്യൂബ് ഈ ചാനലുകൾ ടെർമിനേറ്റ് ചെയ്ത് കളയുന്നു. ഒരു കോണിൽ യൂട്യൂബ് പ്രശ്നങ്ങളൊക്കെ, യൂട്യൂബിലെ കണ്ടന്റുകളൊക്കെ ഏറ്റവും ക്ലിയർ, നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കാനായിട്ട് പല അപ്ഡേറ്റുകളും റൂൾസും ഒക്കെ കൊണ്ടിരുന്നു. മറുകോണിൽ ഇതേപോലെയുള്ള കമ്മ്യൂണിറ്റി ചേഞ്ചസുകളും യൂട്യൂബ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ യൂട്യൂബ് ഈ ഒരു പോളിസി ചേഞ്ചിൽ പറഞ്ഞിരിക്കുന്നത്, പ്രൊഫനിറ്റി, അതായത് ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ തെറിവിളിക്ക് പല രീതിയിലുള്ള തെറിവിളി ഉണ്ട്. ഒന്ന് സ്ട്രോങ് ആയിട്ടുള്ളത്, പിന്നെ മൈൽഡ് ആയിട്ടുള്ളത്, പിന്നെ ഏറ്റവും ലോ ലെവലിലുള്ള തെറിവിളി. അങ്ങനെ ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിനെ തിരിക്കാം. ഇപ്പം മൈൽഡ് തെറിവിളി അല്ലെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്നതിന് യൂട്യൂബ് എക്സാമ്പിൾ സഹിതമാണ് ഈ ഒരു കാര്യം വിവരിച്ചു കൊടുത്തിരിക്കുന്നത്. ഇപ്പം നമുക്കിപ്പം പുടപട്ടി, പുടപുല്ല്, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ നമ്മൾ കോമൺ ആയിട്ട് സാധാരണ യൂസ് ചെയ്യുന്ന കുറെ സംഭവങ്ങളുണ്ടല്ലോ. അതൊക്കെ ഒരു മീഡിയം ലെവലിലുള്ള പ്രൊഫനിറ്റിക്കകത്ത് വരും. അതേപോലെ അതിനേക്കാളും കുറച്ചുകൂടെ ഡോസ് കൂടിയ ഐറ്റംസ് ഉണ്ടല്ലോ, അതൊക്കെ അത് ഉപയോഗിക്കാമെന്നാണ് യൂട്യൂബ് പറയുന്നത്. കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഇച്ചിരി ഡോസ് കൂട്ടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം. റോസ്റ്റ് പരിപാടികളൊക്കെ ചെയ്യുന്നവർക്ക് വളരെ സന്തോഷമായി കാണും. കാരണം അവര് തെറി വിളിക്കണോ വേണ്ടയോ എന്നൊക്കെയുള്ളൊരു പേടിയില്ല, അതായത് മോണിറ്റൈസേഷൻ നഷ്ടപ്പെടുമോ എന്നൊക്കെയുള്ള ഒരു പേടിയിലായിരുന്നു ഇത്രയും നാള് ബാഡ് വേർഡ്സ് അവരുടെ വീഡിയോകൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇനി മോണിറ്റൈസേഷൻ പോകത്തില്ല എന്നുള്ള ധൈര്യത്തിൽ ശക്തമായിട്ടുള്ള തെറിവിളികൾ യൂട്യൂബ് വീഡിയോകളിലൂടെ നടത്താൻ പറ്റും എന്നാണ് ഇപ്പോൾ യൂട്യൂബ് തന്നെ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ വീഡിയോകളിലൂടെ ബാഡ് വേർഡ്സ് അധികം യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ചിലപ്പോൾ നമ്മുടെ വീഡിയോകൾ കുട്ടികളൊക്കെ കാണുന്നുണ്ടായിരിക്കും. നമ്മൾ എത്ര, നമ്മുടെ ചാനലുകൾ അല്ലെങ്കിൽ യൂട്യൂബ് എത്ര ഫിൽട്ടർ ചെയ്തിട്ടാണ് ഈ സാധനങ്ങൾ ആളുകളിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ചിലപ്പം കുട്ടികളിലേക്കൊക്കെ ഇത് എത്താനുള്ള സാധ്യതയുണ്ട് ഈ ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്ന വീഡിയോകൾ. അതുകൊണ്ട് എന്തായാലും യൂട്യൂബ് ഈ ചെയ്തിരിക്കുന്നത് അത്ര നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലോട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുത്തേക്കുക. ഇന്നത്തെ വീഡിയോ വൃത്തിയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.